ഗുഡ് മോർണിംഗ് ഓൾ. ഉദ്യോഗ PSCയുടെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കറണ്ട് അഫയേഴ്സ് 25/2/2025 കേരള കുടുംബശ്രീ മിഷൻ്റെ K4 കെയർ എന്ന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ പരിചരണ സേവനങ്ങൾ ഒരു കിടക്കീഴിൽ ലഭ്യമാക്കുകയാണ് K4 കെയർ എന്ന കേരള കുടുംബശ്രീ മിഷൻ്റെ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. കേരള കുടുംബശ്രീയുടെ കോംപ്രിഹെൻസീവ് കെയർ പ്രോജക്റ്റാണ് K4 കെയർ എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം. K4 കെയർ കോംപ്രിഹെൻസീവ് കെയർ പ്രോജക്റ്റ് ഇനിഷ്യേറ്റഡ് ബൈ കേരള കുടുംബശ്രീ മിഷൻ. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, രോഗികൾ തുടങ്ങിയവർക്ക് വീട്ടിലെത്തി ആവശ്യമായ പരിചരണം നൽകുന്നു. പാലിയേറ്റീവ് കെയർ മിഷൻ ഓഫ് കേരള കുടുംബശ്രീയാണ്. കുടുംബശ്രീ അംഗങ്ങളെ പ്രത്യേകം പരിശീലിപ്പിച്ചാണ് ഈ സേവനം സംസ്ഥാനത്ത് നൽകുന്നത്. 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരള വനിതാ കമ്മീഷൻ പ്രഖ്യാപിച്ച പുരസ്കാരത്തിൻ്റെ പേരെന്ത്? അവാർഡ് ലഭിച്ചവർ ആരൊക്കെ? 2025 അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8-നാണ്. കേരള വനിതാ കമ്മീഷൻ ആദ്യമായി പ്രഖ്യാപിച്ച സ്ത്രീ ശക്തി പുരസ്കാരങ്ങൾ 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഈ പുരസ്കാരം നേടിയവർ ഡോക്ടർ K. ഓമനക്കുട്ടി, പ്രശസ്ത സംഗീതജ്ഞയും പത്മശ്രീ ജേതാവുമാണ് ഡോക്ടർ K. ഓമനക്കുട്ടി. VJ ജോഷിത വനിതാ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗമായിരുന്നു VJ ജോഷിത. സോഫിയ BV ക്യാൻസർ അതിജീവിച്ച ജയിൽ സൂപ്രണ്ടാണ് സോഫിയ BV. KV റാബിയ 2022 പത്മശ്രീ ജേതാവായ സാക്ഷരതാ പ്രവർത്തകയാണ് KV റാബിയ. ഈ 4 പേരെയാണ് കേരള വനിതാ കമ്മീഷൻ ആദ്യമായി പ്രഖ്യാപിച്ച സ്ത്രീ ശക്തി പുരസ്കാരങ്ങൾക്ക്. വനിതാ കമ്മീഷൻ്റെ സ്ത്രീ ശക്തി പുരസ്കാരം എന്തൊക്കെ വിവരങ്ങളുള്ളവർക്കാണ് നൽകിയതെന്ന്? സമൂഹത്തിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ സ്ത്രീകൾക്കാണ് ഈ അവാർഡ് നൽകിയത്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ 4 പേരും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വനിതകളെ ആദരിക്കുന്നതാണ് കേരള വനിതാ കമ്മീഷൻ്റെ സ്ത്രീ ശക്തി പുരസ്കാരം. അന്താരാഷ്ട്ര വനിതാ ദിനം മുമ്പ് പറഞ്ഞതുപോലെ മാർച്ച് 8-നാണ് ആഘോഷിക്കുന്നത്. സ്ത്രീകളുടെ നേട്ടങ്ങളെ ആദരിക്കുന്നതിനും പ്രചോദിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ പുരസ്കാരം കേരള സർക്കാർ വനിതാ കമ്മീഷൻ്റെ കീഴിൽ ഏർപ്പെടുത്തിയത്. 3. മന്നത്ത് പത്മനാഭൻ്റെ ചരമവാർഷിക ദിനം എന്നാണ്? ഫെബ്രുവരി 25-ആണ് മന്നത്ത് പത്മനാഭൻ്റെ ചരമവാർഷിക ദിനം. ഇത് മന്നം സമാധി ദിനമായി ആഘോഷിക്കുന്നു. ഇത് മന്നം സമാധി ദിനം ഫെബ്രുവരി 25 മന്നത്ത് പത്മനാഭൻ്റെ ചരമവാർഷിക ദിനമാണ്. ഇത് മന്നം സമാധി ദിനം എന്നറിയപ്പെടുന്നു. ആരായിരുന്നു മന്നത്ത് പത്മനാഭൻ എന്നാണ്? നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനാണ് മന്നത്ത് പത്മനാഭൻ. 1878 ജനുവരി 2-ന് ജനിച്ച് 1970 ഫെബ്രുവരി 25-ന് അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ജനന തീയതി 1878 ജനുവരി 2-നാണ്. കേരളത്തിലെ സാമൂഹിക നവോത്ഥാനത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരു നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി എന്ന ബഹുമതി മന്നത്ത് പത്മനാഭൻ നേടിയിട്ടുണ്ട്. മന്നം സമാധി ദിനം ഫെബ്രുവരി 25-ആണ്. 4. കുടുംബശ്രീയുടെ ഓക്സിലറി ഗ്രൂപ്പുകളിൽ അംഗമാകാൻ യോഗ്യത എന്താണ്? ഈ ഗ്രൂപ്പുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? കുടുംബശ്രീയുടെ ഓക്സിലറി ഗ്രൂപ്പുകൾ കേട്ടിട്ടുള്ളതാണ്. അതിൽ അംഗമാകാൻ നമ്മുടെ യോഗ്യത എന്തൊക്കെയാണ്? 18-നും 40-നും വയസ്സിൽ പ്രായമുള്ള കുടുംബശ്രീ അംഗങ്ങളല്ലാത്ത യുവതികൾക്ക് ഓക്സിലറി ഗ്രൂപ്പുകളിൽ അംഗമാകാം. ഗ്രൂപ്പുകളുടെ മുഖ്യ ലക്ഷ്യങ്ങൾ യുവതികളുടെ ശാക്തീകരണം, സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടൽ, ഉപജീവന അവസരങ്ങൾ കണ്ടെത്തൽ എന്നിവയാണ്. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ: യുവതികളുടെ സാമൂഹിക സാംസ്കാരിക ഉപജീവന ഉന്നമനത്തിന് പുതിയ ഇടം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ മിഷൻ രൂപീകരിച്ചതാണ് ഈ ഗ്രൂപ്പുകൾ, ഓക്സിലറി ഗ്രൂപ്പുകൾ. ഒരു വാർഡിൽ പരമാവധി 50 അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പ് രൂപീകരിക്കാം. ആ വാർഡിലുള്ള, അതായത് കുടുംബശ്രീയിലെ അംഗങ്ങളല്ലാത്ത 18-നും 40-നും വയസ്സിന് ഇടയിൽ പ്രായമുള്ള യുവതികളെയാണ്
കുടുംബശ്രീയുടെ ഓക്സിലറി ഗ്രൂപ്പ് അംഗമായിട്ട് കണക്കാക്കുന്നത്? 5. നാസയുടെ ലൂണാർ ട്രെയിൽ ബ്ലേസർ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്താണ്? നാസയുടെ ലൂണാർ ട്രെയിൽ ബ്ലേസർ ദൗത്യം ചന്ദ്രനിലെ ജലചക്രത്തെക്കുറിച്ച് ഗവേഷണം നടത്തുകയാണ് നാസയുടെ ലൂണാർ ട്രെയിൽ ബ്ലേസർ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ ജലത്തിൻ്റെ സാന്നിധ്യം, രൂപീകരണം, ചലനം എന്നിവ ഈ ദൗത്യത്തിൽ പഠിക്കും. ജലവുമായി ബന്ധപ്പെട്ട സാന്നിധ്യമാണ്. ചന്ദ്രനിലാണ് നാസയുടെ ലൂണാർ ട്രെയിൽ ബ്ലേസർ. ലൂണാർ എന്ന് കേൾക്കുമ്പോൾ ചന്ദ്രനാണെന്ന് റിലേറ്റ് ചെയ്യാം. നാസയുടെയാണ് ഈ ദൗത്യം ട്രെയിൽ ബ്ലേസർ ദൗത്യം. ജലത്തിൻ്റെ സാന്നിധ്യം, രൂപീകരണം, ചലനം എന്നിവ മനസ്സിലാക്കാൻ 2025 വിക്ഷേപിക്കാൻ നാസ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ഉപഗ്രഹം അഥവാ ക്യൂബ്സാറ്റ് ഉപയോഗിച്ചാണ് ഈ ഗവേഷണം നടത്തിയത്. ചന്ദ്രൻ്റെ ധ്രുവ മേഖലകളിൽ, നോർത്ത് സൗത്ത് പോളുകളിൽ ജലത്തിൻ്റെ തന്മാത്രകൾ കണ്ടെത്താൻ പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിക്കും. ആർട്ടമിസ് പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നടപ്പാക്കുന്നത്. ചന്ദ്രനിൽ ജലം കണ്ടെത്തുന്നത് ഭാവിയിൽ മനുഷ്യൻ്റെ ചന്ദ്രദൗത്യങ്ങൾക്ക് ഇന്ധനവും ഓക്സിജനും നൽകാൻ സഹായിക്കും എന്ന പ്രതീക്ഷയോടെയാണ് നാസയുടെ ലൂണാർ ട്രെയിൽ ബ്ലേസർ ദൗത്യം നടപ്പാക്കുന്നത്. 6. ഗില്ലൻ ബാറി സിൻഡ്രോം GBS എന്നറിയപ്പെടുന്നത്. ഗില്ലൻ ബാറി സിൻഡ്രോം എന്ന രോഗം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ അവസ്ഥയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത പ്രധാന വാർത്ത എന്താണ്? ഗില്ലൻ ബാറി സിൻഡ്രോം ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം സ്വന്തം നാഡികളെ ആക്രമിക്കുന്നതിനാൽ ഉണ്ടാക്കുന്ന ഒരു അപൂർവ നാഡീരോഗമാണ്. കേരളത്തിൽ മൂവാറ്റുപുഴയിൽ GBSനെ തുടർന്ന് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ശരീരത്തിലെ പ്രതിരോധം, ഇമ്മ്യൂണിറ്റി സംവിധാനം സ്വന്തം നാഡികളെ ആക്രമിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നു? ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ രോഗപ്രതിരോധമാണ്. മറ്റ് അണുക്കളോ രോഗകാരികളോ നമ്മുടെ ശരീരത്തിനകത്ത് കയറുമ്പോൾ നമ്മൾ പ്രതിരോധിക്കുന്നതാണ് ഇമ്മ്യൂണിറ്റി പവർ. എന്നാൽ ഈ ഇമ്മ്യൂണിറ്റി പവർ സ്വന്തം നാഡീ വ്യവസ്ഥയെ ആക്രമിക്കുന്നതിനെയാണ് ഗില്ലൻ ബാറി സിൻഡ്രോം എന്നറിയപ്പെടുന്ന GBS, ഗില്ലൻ ബാറി സിൻഡ്രോം. ഇതിൻ്റെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴയിലാണ്. അതിന് ആദ്യ മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ രോഗം പേശികളുടെ ദുർബലതയും തളർച്ചയുമാണ് ഉണ്ടാക്കുന്നത്. ഈ രോഗം പേശികളെയാണ് അഫക്റ്റ് ചെയ്യുന്ന. പേശികളുടെ ദുർബലതയും തളർച്ചയും ഉണ്ടാക്കാം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധിച്ച് സമയത്ത് ചികിത്സ നേടുന്നത് അത്യാവശ്യമാണ്. ഗില്ലൻ ബാറി സിൻഡ്രോമാണ് പറഞ്ഞത്. ഇത് അടുത്തിടെ മൂവാറ്റുപുഴയിൽ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ രോഗമാണ്. അപ്പോൾ ഇത്രയും ഫെബ്രുവരി 2025 കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട 6 പോയിൻറ്റുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഇതുപോലെ തുടർന്നും കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഭാഗമാകാനുള്ളവർക്ക് ഉദ്യോഗ PSCയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.